NS നുസൂർ, ഇത് RSSന്റെ ഗാനമല്ല, ഈ ഗണഗീതം ആലപിക്കുന്നതിൽ തെറ്റില്ലെന്നാണോ താങ്കളുടെ വാദം? ഞാനിതിനെ RSSന്റെ ഗണഗീതമായിട്ടല്ല കണ്ടത്. കാര്യം ഈ കുട്ടികൾ ഈ ഗാനം ആലപിച്ചപ്പോ എന്റെ കുട്ടിക്കാലത്തെ പറ്റിയാണ് എനിക്ക് ഓർമ്മ വന്നത്. കാര്യം ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ക്യാമ്പുകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അതിന്റെ നൈറ്റ് ക്യാമ്പിലൊക്കെ നമ്മൾ പാടുന്ന പാട്ടുകളിൽ സ്വാഭാവികമായും ഒന്ന് ഈ പാട്ടായിരുന്നു. അതിനുശേഷം കലോത്സവ വേദികളിൽ, ഒട്ടനവധി കലോത്സവ വേദികളിൽ ഈ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ഞാനും പല സ്ഥലങ്ങളിലും നമ്മുടെ സംഘഗാനം പോലെ നമ്മൾ ഇത് പാടിയിട്ടുണ്ട്. കാര്യം ഇതിനകത്ത് ഒരു ഗണഗീതം എന്ന് പറയുന്ന തരത്തിലേക്ക് ഇതിനെ നമ്മൾ ചിത്രീകരിക്കേണ്ട കാര്യമില്ല. ഇതൊരു ദേശഭക്തി ഗാനമാണ്. RSS ഇതിനെ തീരെഴുതി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിനകത്ത് ഭഗത് സിംഗ് RSS ആണോ? ശ്രീരാമകൃഷ്ണ പരമഹംസൻ RSS ആണോ? ശ്രീനാരായണ ഗുരു RSS ആണോ? വിവേകാനന്ദൻ RSS ആണോ? ഝാൻസി റാണി RSS ആണോ? ഇതൊക്കെ സ്വാഭാവികമായും നമ്മുടെ ദേശത്തിന്റെ, ഭാരതത്തിന്റെ ഒരു വലിയ ഒരു പൈതൃകം വിളിച്ചോതുന്ന ഒരു ഗാനമാണിത്. ആ ഗാനത്തിന്റെ ആ തരത്തിലുള്ള അന്തസ്സത്ത മാത്രമേ നമ്മൾ അതിൽ കാണാവൂ. എനിക്ക് തോന്നുന്നു 180ഓളം ഗണഗീതങ്ങൾ RSSനുണ്ടാകും. ആ ഗണഗീതങ്ങളുടെ കൂട്ടത്തിൽ പല നമ്മൾ കേൾക്കുന്ന ഗാനങ്ങളും അതിനകത്തുണ്ട്. അതിലൊരു ഗാനം ഇതാക്കി അവർ മാറ്റിയത് അത് അവരുടേതായിട്ടുള്ള ശൈലി. പക്ഷേ ഈ ദേശഭക്തി ഗാനത്തെ എന്തിനാണ് നമ്മൾ അങ്ങോട്ട് RSSന്റെ തലയിലേക്ക് കൊടുക്കുന്നത്? ഇത് ഇത്രയും മനോഹരമായ, എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് വെച്ച് PC അരവിന്ദൻ പഴയ ഒരു ലളിതഗാനവും ദേശഭക്തി ഗാനവും ഒക്കെ എഴുതിയ ഒരു രചയിതാവ് എഴുതിയിട്ടുള്ള പാട്ടെന്നാണ് എനിക്ക് എന്റെ അറിവ്. എനിക്ക് അത് വളരെ വ്യക്തതയില്ല. പക്ഷെ അതിനുള്ള വരികൾ പോലും ദേശഭക്തി ഗാനം, ദേശത്തെ പറ്റിയുള്ള, നമ്മുടെ ഭാരതത്തെ പറ്റിയുള്ള വളരെ വൈകാരികമായിട്ടുള്ള വരികളാണ്. അതിന് സ്വാഭാവികമായ RSSന്റെ ഗണഗീതമായിട്ടൊന്നും കാണാൻ കഴിയില്ല. അവർ പലതും ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർ സർദാർ പട്ടേലിനെ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ പലതും അവർ ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലേക്കൊന്നും ഇതുപോലുള്ള ഗാനങ്ങളെയും ഇതുപോലുള്ള സംസ്കാരങ്ങളെയും ഒന്നും വിട്ടുകൊടുക്കാൻ എന്നെ പോലുള്ളവർ തയ്യാറല്ല. പക്ഷേ ശ്രീ നുസൂർ ആയിരിക്കാം. പക്ഷേ നോക്കൂ, ഇവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കളൊക്കെ ഈ രീതിയിൽ വന്ദേ ഭാരതിൽ ഗണഗീതം പാടിയതിനെ എതിർക്കുകയാണ്, അത് വർഗീയ അജണ്ടയുടെ ഭാഗമാണ് എന്ന് പറയുമ്പോഴാണ് താങ്കൾ ഈ രീതിയിൽ അതിനെ ന്യായീകരിക്കുന്നത്. താങ്കളുടെ BJP നേതാക്കളെ ശബ്ദമായി പോവുകയല്ല. ഇപ്പോൾ K. സുരേന്ദ്രൻ അടക്കം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുകയാണ്. ഞാൻ അതിനകത്ത് പറയാം, ഇത് തികച്ചും എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് എന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത്. ഞാനൊരു രാഷ്ട്രീയ നിലപാടല്ല ഇതിനകത്ത് പങ്കുവെച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, K. സുരേന്ദ്രൻ പോസ്റ്റ് ഷെയർ ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊന്നും എന്റെ ഭാഗമല്ല. അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ഞാൻ കോൺഗ്രസ് ഐഡിയോളജിയുമായി മുന്നോട്ട് പോകുന്ന ആളാണ്. പക്ഷെ ആ ഗാനത്തെ, ഈ പറയുന്ന ഒരു ഗാനങ്ങളെയോ ഒരു നാടകങ്ങളെയോ ഒരു തരത്തിലുള്ള മറ്റ് ഏതൊരു സംസ്കാരങ്ങളെയും RSSന്റെ മുമ്പിൽ തീരെഴുതി കൊടുക്കാനുള്ളതല്ല എന്നുള്ളത് അടിവരയിട്ട് പറയാൻ ശരിയായിരിക്കാം. താങ്കളുടേത് വ്യക്തിപരമായ അഭിപ്രായമായിരിക്കാം. പക്ഷേ നോക്കൂ, ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ ഈ രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അത് നേതൃത്വത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കില്ലേ? K. സുരേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞത് എന്തായാലും സതീഷിന്റെ കോൺഗ്രസ് അല്ലാത്തവരുമുണ്ട് എന്ന് പറഞ്ഞാണ് താങ്കളുടെ ആ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോ പറയട്ടെ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ വിഷയം വന്നപ്പോ വളരെ നല്ല രീതിയിൽ ആ വിഷയങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളാണ് ഞാൻ. അതിനകത്ത് വന്ന കമന്റുകളും അതിനകത്ത് വന്ന വിദ്വേഷപരമായിട്ടുള്ള സമീപനങ്ങളും അതിനെയും ചങ്കുറപ്പോടുകൂടി നേരിട്ട ഒരാളാണ് ഞാൻ. അത് എന്റെ അഭിപ്രായങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഞാൻ അതിനകത്ത് സോഷ്യൽ മീഡിയ വഴി ഞാൻ എന്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, തികച്ചും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഇതൊരു പാർട്ടിയെ വെട്ടിലാക്കാൻ വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങളല്ല. ഇത് സ്വാഭാവികമായും സുരേന്ദ്രൻ അത് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സുരേന്ദ്രന്റേതായിട്ടുള്ള കാഴ്ചപ്പാട്. മറിച്ച് ഇവിടെ കോൺഗ്രസ് നേതാക്കൾ എടുത്ത സമീപനം, അവർ എടുക്കുന്ന സമീപനം അത് പാർട്ടിപരമായിട്ടുള്ള സമീപനം. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. അത് പാർട്ടി എടുക്കുന്ന നിലപാട്, ആ നിലപാട് അനുസരിക്കാൻ ബാധ്യതയുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള എന്റെ കാഴ്ചപ്പാടുകൾ, ഞാൻ എന്റെ കുട്ടിക്കാലത്ത് പാടിയ പാട്ട് ദേശഭക്തി ഗാനം, അത് ദേശഭക്തി ഗാനമല്ല ഗണഗീതമാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ടാവില്ല. കാരണം ഞാൻ അത് പാടിയിട്ടുള്ള ഒരാളാണ്. ആ പാടിയിട്ടുള്ള ഒരാൾക്ക് അങ്ങനെയാണെങ്കിൽ ഗണഗീതം പാടിയത് കൊണ്ട് മാത്രം ഞാൻ RSSകാരനാകുമോ? അപ്പൊ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ചെയ്തത് RSSന് വേണ്ടിയിട്ടുള്ളതാണെന്ന് എനിക്ക് എന്റെ മനസ്സിന് തൃപ്തിപ്പെടുത്താൻ കഴിയുമോ? ഒരിക്കലും അങ്ങനെയല്ല. എന്റെ കൂടെ ഉള്ളവർ, എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചവർ, അപ്പൊ അവരൊക്കെ കൂടെ ചേർന്ന് നമ്മൾ എടുത്തുന്ന പാടിയ പാട്ടുകൾ അത് ഗണഗീതമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും? അപ്പോൾ ഇക്കാര്യത്തിൽ ഈ സംഭവത്തിൽ കോൺഗ്രസ് ഉയർത്തുന്ന എതിർപ്പിനെ താങ്കൾ എങ്ങനെ കാണുന്നു, ഒരു കോൺഗ്രസുകാരൻ എന്ന നിലയിൽ?
രാഷ്ട്രീയ ആ കോൺഗ്രസ് ഉയർത്തുന്ന എതിർപ്പുകൾ, തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള ആ എതിർപ്പുകൾ സ്വാഭാവികമായും അതിനെ ആ തരത്തിൽ തന്നെ നേതൃത്വം വിശദീകരണം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകും. എനിക്കതേ പറയാനുള്ളൂ ഈ വിഷയം. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണമോ മറ്റോ പാർട്ടി തലത്തിൽ പാർട്ടി നേതൃത്വം ചോദിച്ചാൽ? പാർട്ടി നേതൃത്വം വിശദീകരണം ചോദിച്ചാൽ പാർട്ടി നേതൃത്വത്തിനോട് ഞാൻ വിശദീകരണം കൊടുക്കും. ഇതേ നിങ്ങളോട് പറഞ്ഞ അതേ വിശദീകരണം തന്നെയാണ് ഞാൻ പാർട്ടി നേതൃത്വത്തിനോട് കൊടുത്തത്. ഇന്നലകളിൽ ഞാൻ സ്കൂളിൽ പഠിച്ചത് തെറ്റാണെന്ന് എനിക്ക് പറയാൻ കഴിയുമോ? അതൊന്നും എന്നെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് കഴിയുന്നതല്ല. വ്യക്തമായ നിലപാടുകളുള്ളവരാണ്. ശരി, ഈ ഗാനം ഇപ്പോഴും ആലപിക്കുന്ന ഒരാളാണോ താങ്കൾ? അപ്പോൾ ചെറുപ്പത്തിൽ ആലപിച്ചു, സ്കൂളുകളിലൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോഴും ആലപിക്കാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുമാണ്. ഞാൻ ആലപിക്കാറുണ്ട്. അതിന്റെ എല്ലാ സരികളും എനിക്ക് നല്ലതുപോലെ അറിയുകയും ചെയ്യാം. അത് മാത്രമല്ല, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ പഠിച്ച ഒട്ടനവധി പാട്ടുകളുണ്ട്. അതെല്ലാം എനിക്ക് നല്ലതുപോലെ അറിയാം. അതിൽ ഏതൊക്കെ ഗണഗീതമാണ് ഏതൊക്കെ ഗണഗീതമല്ല എന്നുള്ളത് എനിക്കറിയില്ല. വന്ദേ മാതരം RSS പാടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് RSSന്റെ ആണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ല. നന്ദി ശ്രീ നുസൂർ പ്രതികരിച്ചതിന്.